ഇറാന് അറബ് രാജ്യങ്ങളുടെ സൈനിക പിന്തുണ ഇത് ഏറെക്കുറെ രഹസ്യമായിരുന്നെങ്കിലും ഇപ്പോൾ അല്പാൽപമായിട്ട് പുറത്തു വന്നതോടുകൂടി അമേരിക്ക ഒന്നുകൂടി പ്രതിസന്ധിയിലായിരിക്കുകയാണ്. യുദ്ധസമാന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും അത് പൂർണ്ണമായ രീതിയിൽ വിരാമമായിട്ടില്ലെന്നും ഇന്നലെയും ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു. ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥ കൃത്യതയോടുകൂടി ഇറാൻ പാലിക്കുകയാണെങ്കിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആലോചിക്കാം എന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട്. സാഹചര്യം നിലനിൽക്കുന്നു എന്നാൽ യുദ്ധസ്ഥിതി അവസ്ഥകളൊക്കെ നിലനിൽക്കുന്നു എന്നതിനാൽ പുതിയൊരു യുദ്ധക്കപ്പൽ കൂടി മെഡിറ്ററേനിയൻ തീരം കേന്ദ്രീകരിച്ചോ അതല്ലെങ്കിൽ അറേബ്യൻ കടൽ കേന്ദ്രീകരിച്ചോ വന്നുകൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. ഇപ്പൊ ഈ യുദ്ധ സ്ഥിതി അവസ്ഥകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി അമേരിക്കയിൽ വെച്ച് ഇപ്പോൾ ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്ന വിവരങ്ങൾ പുറത്തു വന്നു. അതോടനുബന്ധിച്ച് തന്നെ ഇസ്രായേൽ ഇറാന്റെ പുതിയതായിരിക്കുന്ന ഏരിയകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതെല്ലാം മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അമേരിക്ക ആക്രമണം നടത്തേണ്ടത് എന്നതിനെക്കുറിച്ച് സൂചന അതിലുണ്ട് എന്ന് പറയപ്പെടുന്നു. അതിൽ കൂടുതലും സൈനിക കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയാണ് എന്ന തരത്തിലാണ്. അപ്പോൾ ഇന്ന ഏരിയയിൽ ഇന്ന രൂപത്തിലാണ് അത് പ്രവർത്തിക്കുന്നത് എന്ന ഒരു രഹസ്യ നിർദ്ദേശം ഇസ്രായേൽ അമേരിക്കക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ബന്ധപ്പെട്ട ആൾക്കാർ, സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി ബന്ധപ്പെട്ടവർ, അമേരിക്കയുടെ പ്രതിനിധികളടക്കം ന്യൂയോർക്കിൽ ഇപ്പോഴും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. സൗദി അറേബ്യ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം പൂർണ്ണമായ രീതിയിൽ യുദ്ധവിരാമം നടത്തുക എന്നുള്ളതാണ്. അതിലവർ പറയുന്നത് സാമ്പത്തിക മേഖലയെ അന്താരാഷ്ട്ര തലത്തിൽ സാരമായിട്ട് ബാധിക്കും, എണ്ണ വിപണിയെ ബാധിക്കും, യാത്രാ സംബന്ധമായിരിക്കുന്ന കടൽ ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ട് യാത്രാ സംബന്ധമായിരിക്കുന്ന കാര്യത്തെ ബാധിക്കും. അതിലപ്പുറം തങ്ങളുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അറേബ്യൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ എയർബേസുകളെ സാരമായിട്ട് ബാധിക്കുകയും ചെയ്യും. സർവനാശം വിതക്കുന്ന തരത്തിലായിരിക്കും ഇറാന്റെ ഭാഗത്തുള്ള പ്രത്യാക്രമണം ഉണ്ടാവുക. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടു കൽപ്പിച്ചിരിക്കുന്ന ഒരു യുദ്ധരീതി ഇറാൻ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഒരിക്കലും ഉചിതമായിരിക്കുന്ന രീതിയല്ല. മാത്രവുമല്ല, ഇതിൻ്റെ മേലെ ആധിപത്യം നേടിക്കൊണ്ട് വിജയിക്കുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ്. അതാണ് സൗദി അറേബ്യ പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ അതോടനുബന്ധിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാനിലെ സൈനിക വിഭാഗത്തെ ഭീകര പട്ടികയിൽപ്പെടുത്തിയായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു. ജർമ്മനിയാണ് ആ പ്രസ്താവന പുറപ്പെടുവിച്ചത്. അതോടനുബന്ധിച്ച് അതിന് ഈ സൈന്യത്തിൽ നിന്ന് സൈനിക മേധാവികൾ അതിന് പ്രതികരിക്കുകയും ചെയ്തു. ഇസ്രായേലിനും അമേരിക്കക്കും കൂലിപ്പണി എടുക്കുന്ന പ്രവൃത്തിയിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന്. അപ്പോൾ ഏതൊരു കാലത്തും ന്യായവും അന്യായവും വേർതിരിച്ച് മനസ്സിലാക്കാത്ത അല്ലെ മനസ്സിലാവാത്ത വിഭാഗമാണ് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഇസ്രായേലും അടക്കം. ഏകദേശം 70,000-ഓളം പാലസ്തീനികളെ ഗസയിൽ കൂട്ടക്കൊല നടത്തിയ ഇസ്രായേലി സൈനികർ നല്ല പിള്ള ചമഞ്ഞുകൊണ്ട് നിൽക്കുന്നു എന്നതിനോടനുബന്ധിച്ച് രാജ്യത്തിനകത്ത് ആഭ്യന്തരമായിരിക്കുന്ന പ്രശ്നം ഉണ്ടാക്കിയ വിഭാഗത്തെ എല്ലാ രാജ്യത്തിലെ ഭരണാധികാരികളും അടിച്ചമർത്തുന്ന പോലെ ഇറാൻ അത് അടിച്ചമർത്തിയ സമയത്ത് അവർ ഭീകര പട്ടികയുടെ ലിസ്റ്റിൽ പെടുത്തുന്നു എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശ ശുദ്ധികളൊക്കെ ലോകത്തിന് അറിയാവുന്നതാണ്. ഞങ്ങളത് പ്രതീക്ഷിക്കുകയും ചെയ്തതാണ്. അതോടനുബന്ധിച്ച് അല്ലെങ്കിൽ ഇത്തരമൊരു വിഷയം ഉണ്ടായി എന്നതിനാൽ തങ്ങളുടെ സൈനികരുടെ വീര്യം ചോരുകയോ നടപടിയിൽ നിന്ന് പിന്മാറുകയോ അമേരിക്കയുമായുള്ള ശത്രുത അവസാനിപ്പിക്കുകയോ ഞങ്ങളൊരു സത്യസന്ധന്മാരായി നിൽക്കുകയോ ഒന്നും ചെയ്യില്ല. കൃത്യമായിരിക്കുന്ന നയങ്ങളും നിലപാടുകളും സമീപനവും രീതികളും ഉള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്നതിനാൽ അതിൻ്റെ ദർശനവും കാഴ്ചപ്പാടും സ്ഥായിയാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനവും തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. സർവ്വ മേഖലയും കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങൾ സൈനിക വിന്യാസം അല്ലെങ്കിൽ സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നു. അതോടനുബന്ധിച്ചിപ്പോൾ പുറത്തു വന്ന വിവരം എന്ന് പറഞ്ഞാൽ അറേബ്യൻ രാജ്യങ്ങൾ സൈനികമായ രീതിയിൽ ഇറാനെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇത് പരസ്യപ്പെടുത്താത്തത് രഹസ്യമായ രീതിയിലായിരുന്നു കാര്യങ്ങളൊക്കെ ഈ നിർവചിച്ചിരുന്നത്, അല്ലെങ്കിൽ അത് ആ രൂപത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിപ്പോൾ പുറത്ത് ചാടിയിരിക്കുന്നു അങ്ങനെ സംഭവം ഉണ്ട് എന്നുള്ളത്. അതിൽ അറേബ്യൻ രാജ്യങ്ങൾ ഏറെക്കുറെ എല്ലാവരും ഉണ്ട് എന്നും പറയപ്പെടുന്നു. ഏത് തരത്തിൽ എങ്ങനെയെന്നോ കൈമാറ്റം നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ യുദ്ധം തുടങ്ങിയതിന് ശേഷമാണോ എന്നതിനെക്കുറിച്ച് രൂപമൊന്നും കിട്ടിയിട്ടില്ല. അതിന് ഇപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ, അതായത് അമേരിക്ക ഇറാൻ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഏറെക്കുറെ ഈ മേഖല കേന്ദ്രീകരിച്ച് മറ്റൊരു ചിത്രമാണ് പുറത്തു വരാൻ പോകുന്നത് എന്ന്. അതിൻ്റെ കാര്യം ഇറാൻ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും കൂടുതൽ ആഘാതം ഉണ്ടാവുക അറേബ്യൻ രാജ്യങ്ങൾക്കാണ്. പിന്നീട് പ്രതിരോധം എന്ന് പറയുന്നൊരു സംവിധാനം അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കക്കെതിരെ ഒരു കാലത്തും ഉണ്ടാവില്ല. ആ രീതിയിലാണ് ഇതിൻ്റെ സംവിധാന കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ആ ഒരു പേടി യഥാർത്ഥത്തിൽ അറേബ്യൻ രാജ്യങ്ങൾക്കുണ്ട്. കാര്യം എന്ന് പറയുന്നത് സൈനികപരമായ രീതിയിൽ എത്രത്തോളം സുരക്ഷിതമാണ് തങ്ങൾ എന്ന് തെളിയിച്ചതായിരുന്നു ഖത്തർ നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം. അതോടുകൂടി ഒരു കാര്യം അവർക്ക് ബോധ്യമായിട്ടുണ്ട്,
തങ്ങൾ അമേരിക്കയുടെ കളിപ്പാവ പോലെ പ്രവർത്തിക്കുന്ന വിഭാഗമാണ്. ഒരു സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങൾക്ക് യാതൊരു ഗുണവും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ആയതിനാലാണ് ഈ ഖത്തറിന്റെ പ്രതിരോധം ഖത്തറിന് നേരെ ഇസ്രായേൽ നടത്തിയ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അല്ലെങ്കിൽ ആ സംഭവം പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്ക തുനിയാതിരുന്നത്. അതോടുകൂടി കാര്യങ്ങൾ കൃത്യമായി തന്നെ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് ആവർത്തിക്കുകയാണെങ്കിൽ അതിനെ വീണ്ടും ആര് പ്രതിരോധിക്കും? അമേരിക്ക ഒരിക്കലും ചെയ്യില്ല എന്നറിയാം. കുറച്ചെങ്കിലും മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു വിഷയം ഭാവിയിൽ ഉണ്ടാവുകയാണെങ്കിൽ തങ്ങൾ അതിനെ പ്രതിരോധിക്കുമെന്ന് ഇറാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇറാനിലാണ് പ്രതീക്ഷ. അവർ പറയുന്ന പ്രവർത്തികൾ അവർ ചെയ്യുകയും ആ പ്രവർത്തനത്തിൽ നിന്ന് അവർ മാറാതിരിക്കുകയും നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും എന്നുള്ളതും യഥാർത്ഥത്തിൽ അമേരിക്കയെ പേടിപ്പിക്കുന്നതും അറേബ്യൻ രാജ്യങ്ങളെ സന്തോഷിപ്പിക്കുന്നതാണ്. അവർക്ക് ആകെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് അങ്ങനെയാണ്. റഷ്യ ഇപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന പ്രതികരണങ്ങളിൽ ഒന്ന്, ഇറാന്റെയും അമേരിക്കയുടെയും തമ്മിൽ മധ്യസ്ഥരായിട്ട് പ്രവർത്തിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ള തരത്തിലാണ്. അത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയമായിരിക്കുന്ന ഒരു ഇടപെടലായിട്ട് തന്നെ അതിനെ വ്യാഖ്യാനിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഏതെങ്കിലും തരത്തിൽ അമേരിക്ക ഇതിനെ തുനിയാതിരിക്കുകയാണെങ്കിൽ, അത് യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഈ റഷ്യക്ക് ഇതിൽ നേരിട്ട് ഇടപെടാനുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അഥവാ തങ്ങൾ ഈ സമാധാനമായിരിക്കുന്ന യുദ്ധ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് തങ്ങൾ നിലകൊള്ളാമെന്ന് പറഞ്ഞിട്ട് അതുപോലും അനുസരിക്കാതിരിക്കുന്ന സമയത്ത് അമേരിക്കയെ തങ്ങൾ അംഗീകരിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അമേരിക്കയുടെ നയനിലപാടിനോടൊപ്പം ഞങ്ങൾ ചേർന്ന് നിൽക്കേണ്ടതില്ല എന്നുള്ള ഒരു അഭിപ്രായം ഭാവിയിൽ പറയാൻ വേണ്ടിയിട്ട് ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ റഷ്യ ചെയ്തിരിക്കുക. ഇത് അമേരിക്കയ്ക്ക് വല്ലാത്ത രീതിയിൽ ഭയപ്പെടുന്ന കാര്യമാണ്. ഏതൊരു രാഷ്ട്രവും ഒരു നിലപാട് പറയുന്ന സമയത്ത് ആ നിലപാടിൻ്റെ പിന്നാമ്പുറം യുദ്ധ സാഹചര്യത്തിലൊക്കെ പരിശോധിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ളതാണ്. അമേരിക്ക ഇപ്പോൾ ആ പ്രവൃത്തി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു രാജ്യവും യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുന്നില്ല. ഇറാൻ ആക്രമിക്കണമെന്ന നിലപാടിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ തന്നെ ജർമ്മനി ഇറാന്റെ സൈനിക മേധാവികൾക്ക് അല്ലെ സൈനികർക്ക് എതിരെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അമേരിക്കയോട് നിങ്ങൾ യുദ്ധം ചെയ്യൂ എന്നൊരു പരാമർശം അവിടെയും വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ സൈനിക മേധാവികൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനമായിരിക്കുന്ന വിഷയമായിട്ട് പറഞ്ഞത്, അമേരിക്ക ഇടപെടുന്ന രാജ്യങ്ങളിൽ അവരാദ്യം ചെയ്യാറുള്ളത് രാജ്യത്തിൻ്റെ അകത്തുള്ള സൈനികരെ വിഭജിക്കുക എന്നുള്ള ഒരു രീതിയാണ്. പല രാജ്യത്തും അത് അവർക്ക് വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പിന്നെ ഭരണ സംവിധാനത്തെ വിഭജിക്കുക എന്നുള്ളതാണ്, അതും സാധിച്ചിട്ടുണ്ട്. ഇറാഖിലൊക്കെ സാധിച്ചത് അതാണ്. ലിബിയയിൽ സാധിച്ചത് സൈനികരുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്ക് വെനിസ്വേല എടുത്ത് പരിശോധിച്ചാൽ അവിടെ നടത്തിയ വിഷയം എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു തന്ത്രവുമല്ല. അവിടെ എന്ത് ചെയ്തു? വെനിസ്വേലയുടെ സൈനിക മേധാവികൾ പ്രസിഡന്റിനെ ഒറ്റ കൊടുത്തു എന്നുള്ളത് മാത്രമാണ്. എവിടെ ഉണ്ടാവുന്നു, ഏത് സമയത്ത് ഉണ്ടാവുന്നു, ആരാണ് അത് ആ ഡ്യൂട്ടി സമയത്ത് ഉണ്ടാവുന്നത്, അദ്ദേഹം ഉറങ്ങുന്ന സമയം എവിടെയാണ്, അതിൻ്റെ സാഹചര്യ കാര്യങ്ങൾ എങ്ങനെയാണ്, ഈ അന്നത്തെ ദിവസം ഉണ്ടായിരിക്കുന്ന ജോലിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, മറ്റ് പുറത്ത് പോകുന്നതുമായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടുകൂടി വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ സൈനികർ അമേരിക്കക്ക് നൽകി. ഇതാണ് അവിടെ നടന്നിരിക്കുന്ന സംഭവങ്ങൾ. ഇപ്പോൾ ഇറാനിൽ ഹമാസിന്റെ നേതാവിനെ കൊലപ്പെടുത്തിയ സമയത്തുണ്ടായിരിക്കുന്ന രഹസ്യങ്ങൾ ചോർന്നതാണ്. അത് സൈനികരിൽ നിന്നാണ് രഹസ്യം ചോർന്നത്. സെക്യൂരിറ്റി സുരക്ഷാ ഉദ്യോഗസ്ഥർ ചോർത്തി എന്ന് പറയുന്നുണ്ട്. വളരെ കൃത്യതയോടുകൂടി ഹമാസ് നേതാവിനെ കൊലപ്പെടുത്താൻ വേണ്ടി ഇസ്രായേലിന് സാധിച്ചത് സൈനികർ അല്ലെങ്കിൽ സെക്യൂരിറ്റിക്കാർ കൃത്യവിവരം നൽകിയത് കൊണ്ടാണ്. അദ്ദേഹം താമസിക്കുന്ന വീടും താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ അകത്ത് റൂമിൻ്റെ നമ്പർ പോലും കൃത്യതയോടുകൂടി അറിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ചോർന്നതിന് ശേഷമാണ് ഈ ആക്രമണം ഉണ്ടായത്. അദ്ദേഹത്തോടൊപ്പം 4 പേരെങ്കിലും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വിവരണം ലഭിച്ചത്. അതും ഇറാന്റെ തലസ്ഥാന നഗരിയോട് ചേർന്നുകൊണ്ടാണ് എന്നുള്ളത് രാജ്യത്ത് തന്നെ ഞെട്ടിച്ചാണ്. പിന്നീട് അതിൻ്റെ ഇടയിൽ അതിനുശേഷം ഇറാൻ പുതിയൊരു നിലപാടുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലവർ വിജയിച്ചതാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഇറാന്റെ വിജയത്തിന് കാര്യം എന്ന് പറയുന്നത്. സൈനികർക്കിടയിൽ ഇത്തരം ഇസ്രായേലിനോട് അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കുന്നത്, അത് ഒറ്റുകാരായിട്ട് പ്രവർത്തിക്കുന്നവർ ആരാണ് എന്ന് കൃത്യതയോടുകൂടി പഠിക്കാൻ വേണ്ടിയിട്ട് ഇറാന് സാധിച്ചു. ചില ആളുകളൊക്കെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും അവർ പിന്നീട് പുറത്തോട്ട് വന്നിട്ടില്ല എന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. ഇറാൻ അത് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരു വലിയ ശുദ്ധി കലശം സൈനികർക്കിടയിൽ നടത്തിയതോടുകൂടി ആ ഭാഗങ്ങൾ വളരെ കൃത്യമായി. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു തരത്തിലും അമേരിക്കയുടെ പല ഇടപെടലുകൾ നടത്തിയിട്ടും സൈനികരുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവർക്ക് അടുക്കാൻ വേണ്ടി സാധിക്കാത്തതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം അത് തന്നെയാണ്.
മാത്രമല്ല അവിടുത്തെ ഇത്തരം ഈ കേസുകൾക്കുള്ള ശിക്ഷ എന്ന് പറഞ്ഞാൽ വധശിക്ഷയാണ്. ആ വധശിക്ഷയിൽ കുറഞ്ഞ ഒന്നും അവിടെ ഉണ്ടാവാറില്ല. അങ്ങനത്തെ ഒരു വിഷയങ്ങളും യഥാർത്ഥത്തിൽ ഈ വിഷയമായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഈ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി, സാമ്പത്തികപരമായി, സൈനികപരമായ രീതിയിലൊക്കെ ഇടപെടൽ സാധാരണഗതിയിൽ ഒരു രാജ്യത്തിൻ്റെ മേൽ ആക്രമണം നടത്തുകയാണെങ്കിൽ സ്വാഭാവികപരമായിട്ട് ഉണ്ടാവുന്നതാണ്. ഈ ഇറാനിലും അത് വലിയ രീതിയിൽ പരീക്ഷണം നടത്തിയിട്ടുണ്ടെങ്കിലും അവർക്കത് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ്. ആ പരാജയത്തിൽ നിന്ന് അതിജീവിക്കണമെങ്കിൽ ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് അമേരിക്ക ആലോചിക്കുകയാണ്. അപ്പോൾ അറബ് രാജ്യങ്ങൾ സൈനികപരമായിട്ട് സഹായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇറാനോടൊപ്പം ചേർന്ന് യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഒരു സ്ഥിതി വരികയാണെങ്കിൽ അമേരിക്കക്ക് അത് മാരമുഖമായിരിക്കുന്ന മുറിവേൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കാര്യം ആ സമയത്ത് വെറും ഒരു അറബ് രാജ്യങ്ങൾ മാത്രമായിരിക്കില്ല, അവസരം നോക്കിയിട്ട് റഷ്യ ഇങ്ങോട്ട് കടന്നു കയറും, ചൈന കടന്നു കയറും, ഈ കൊറിയ കടന്നു കയറും. കൊറിയയുമായിട്ടൊക്കെ ഇപ്പോൾ അറബ് രാജ്യങ്ങൾ വല്ലാത്ത രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പല കാലത്തും അവരുമായിട്ട് അകന്നു നിൽക്കുന്ന പ്രത്യയശാസ്ത്രമായിരിക്കുന്ന വിരോധം, ഇസ്ലാമിക പ്രത്യയശാസ്ത്രവും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവും ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസകരമാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പല ഘട്ടങ്ങളിലും സോവിയറ്റ് യൂണിയനുമായിട്ടും ചൈനയുമായിട്ടും കൊറിയയുമായിട്ടൊന്നും അറബ് രാജ്യങ്ങൾ സഹകരിച്ചിട്ടില്ല. നയതന്ത്ര ബന്ധത്തിനപ്പുറം സൗഹൃദ ബന്ധം ഇല്ലായിരുന്നു. ഇന്ന് രീതിക്ക് മാറ്റം വന്നിട്ടുണ്ട്. നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവരുമായിട്ട് സഹകരിക്കാം എന്നിടത്തേക്ക്. കാര്യം എന്ന് വെച്ചാൽ ശത്രു നമ്മുടെ മടിയിലിരിക്കുന്ന സമയത്ത് ആ മടിയുള്ള ശത്രുവിനെ മാറ്റണമെങ്കിൽ മറ്റുള്ള മറ്റുള്ള രാജ്യങ്ങൾ നിർബന്ധമായിട്ടും ആവശ്യമാണ്. പിന്നെ അത് ശത്രുവായിട്ട് പരിഗണിക്കേണ്ടതില്ല എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്ന സമയത്താണ് ഇവരിങ്ങോട്ട് യോജിപ്പിൻ്റെ ഒരു മേഖല ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അറബ് രാജ്യങ്ങൾ സൈനികപരമായിട്ട് അമേരിക്ക സഹായിക്കുന്നുണ്ട് എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്ന് ചുരുക്കം.